നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പരമോന്നത ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിൽ പാർലമെൻറ്റിനെയും നിയമസഭകളെയും ഒക്കെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന നമ്മുടെ പൗരന്മാർ കാണുന്നത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലുകളായിട്ടാണ്. ആ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലുകളിലാണ് നമ്മെ ഭരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് അയച്ച ജനപ്രതിനിധികൾ നമ്മെ ഭരിക്കാൻ വേണ്ടുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ആ നിയമങ്ങൾ വിവിധ ചർച്ചകളിലൂടെ ഭരണ പ്രതിപക്ഷ MLAമാർ അല്ലെങ്കിൽ MP മാർ ഒക്കെ ചേർന്ന് വിവിധ ചർച്ചകളിലൂടെ ആണ് നിയമനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നിയമനിർമ്മാണം നടക്കുന്ന കേരള നിയമസഭ ഒരു കൊടും ഭീകരനെ, ഒരു കൊടും കുറ്റവാളിയെ ഭയപ്പെടുന്നു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം കേരള നിയമസഭ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു MLAയുടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് അതീവ രഹസ്യമായി നീക്കം ചെയ്തു. ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തു വരുന്നത്, അതായത് ഒരു MLA തൻ്റെ പ്രസംഗത്തിൽ നടത്തിയ പരാമർശം നീക്കം ചെയ്യുന്നത് സാധാരണ നിലയ്ക്ക് സഭ സമ്മേളിക്കുന്ന അവസരത്തിലാണെങ്കിൽ ആ നീക്കം ചെയ്യുന്നത് സ്പീക്കർ അപ്പോൾ തന്നെ അറിയിക്കും. ആ ഏത് MLA ആണോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തെയോ ആര് നടത്തുന്ന പരാമർശവും നീക്കം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് സ്പീക്കർ ഉടൻ തന്നെ സഭയെ അറിയിക്കും. ഇനി സഭ സമ്മേളിക്കുന്ന കാലത്തല്ല ഈ നീക്കം ചെയ്യലെങ്കിൽ അത് നീക്കം ചെയ്യാൻ തീരുമാനിച്ച കാര്യം ഔദ്യോഗികമായി രേഖാമൂലം ആ പരാമർശം നടത്തിയ MLAക്ക് കത്ത് നൽകും, അറിയിക്കും. എന്നാൽ ഇവിടെ ഇതൊന്നും ചെയ്യാതെ നമ്മുടെ സ്പീക്കർ, പരിണിതപ്രജ്ഞനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന നമ്മുടെ ബഹുമാന്യനായ സ്പീക്കർ അത് നീക്കം ചെയ്തിരിക്കുകയാണ്. ഇത് സഭാ വിരുദ്ധമല്ലേ, ചട്ടവിരുദ്ധമല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇരിക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് ഇക്കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ, കേരള നിയമസഭയുടെ സമ്മേളനത്തിൽ നമ്മുടെ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് വിവിധ പ്രമേയങ്ങൾ കൊണ്ടുവരും. ആ പ്രമേയങ്ങൾ വോട്ടിനിട്ട് പാസ്സാക്കും. സാധാരണ ഭരണപക്ഷം കൊണ്ടുവരുന്ന പ്രമേയങ്ങളെ ഇടതുപക്ഷം പ്രതിപക്ഷം എതിർക്കുകയാണ് പതിവ്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് പ്രമേയങ്ങൾ പാസ്സാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും കോയമ്പത്തൂർ ജയിലിൽ, അതായത് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ട് കോയമ്പത്തൂർ ജയിലിൽ വിചാരണ തടവുകാരനായി കഴിഞ്ഞിരുന്ന മലയാളിയായ അബ്ദുൾ നാസർ മദനി എന്ന മുസ്ലിം നേതാവിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ നിയമസഭ അന്നത്തെ ഭരണപക്ഷവും അന്നത്തെ വലതുപക്ഷവും ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് ചേർന്ന് ഐകകണ്ഠ്യേന പ്രമേയം പാസ്സാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്ന് എന്തുകൊണ്ടോ ആരും അതിനെ എതിർത്ത് വോട്ട് ചെയ്തില്ല. അന്ന് ബി ജെ പിക്ക് നിയമസഭയിൽ ഒരു MLA പോലും ഇല്ലാതിരുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ അത് ഐകകണ്ഠ്യേന ആ പ്രമേയം പാസ്സായി. പിന്നീട് അങ്ങനത്തെ പല പ്രമേയങ്ങളും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ വീണ്ടും അത്തരത്തിലൊരു പ്രമേയം വന്നു. അവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും യോജിച്ച് നിന്ന് ആ പ്രമേയം പാസ്സാക്കി. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. BJPക്ക് 3 MLAമാർ കേരള നിയമസഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ 3 പേരും അതിനെ എതിർത്ത് വോട്ട് ചെയ്തു. അങ്ങനെ എതിർത്ത് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് BJPയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറും ചാത്തന്നൂർ MLAയുമായ BB ഗോപകുമാർ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിലാണ് അദ്ദേഹം അബ്ദുൾ നാസർ മദനിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഈ കൊടും ഭീകരനായ അബ്ദുൾ നാസർ മദനി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സഭയ്ക്കുള്ളിൽ പ്രസംഗിച്ചത്. സഭയിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓരോ അംഗത്തിനും അതിനുള്ള സംരക്ഷണം ലഭിക്കും. സഭയ്ക്കകത്ത് നമുക്ക് എന്ത് കാര്യവും പരാമർശിക്കാം. അത് അൺപാർലമെൻ്ററി ആണെങ്കിൽ സ്പീക്കർ അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യും.
അതിൻ്റെ പേരിൽ സഭയ്ക്ക് പുറത്ത് നടപടിയെടുക്കാൻ സാധ്യമല്ല. അതിൻ്റെ പേരിൽ മാനനഷ്ട കേസോ മറ്റോ കൊടുക്കാൻ സാധ്യമല്ല. ഇതാണ് നമ്മുടെ ചട്ടം, നമ്മുടെ നിയമം. എന്തായാലും അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം സ്പീക്കറിൽ നിക്ഷിപ്തമാണ്. ഇവിടെ മദനിയെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ വ്യാപകമായി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. മദനിയെ എന്തുകൊണ്ടാണ് BJP പോലെയുള്ള പാർട്ടികൾ ഭീകരൻ എന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ചെയ്യുന്നു? അതിന് അവർ നൽകുന്ന ഉത്തരം അബ്ദുൾ നാസർ മദനിയുടെ വലങ്കയ്യായിരുന്ന, അബ്ദുൾ നാസർ മദനിയുടെ ശിഷ്യനായിരുന്ന തടിയൻ്റെവിട നസീർ എന്ന ഒരാൾ കേസിൽ ശിക്ഷിക്കപ്പെട്ട, അതായത് രാജ്യദ്രോഹ കുറ്റത്തിന്, ഭീകരപ്രവർത്തനത്തിന് ഒക്കെ ശിക്ഷിക്കപ്പെട്ട് ഇന്ന് നമ്മുടെ കേരളത്തിലെ ജയിലിൽ കഴിയുകയാണ്. ഈ തടിയൻ്റെവിട നസീർ പാക് നിരോധിത സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായിരുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം. അങ്ങനെയുള്ള തടിയൻ്റെവിട നസീറുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് അബ്ദുൾ നാസർ മദനി. അതുപോലെ അബ്ദുൾ നാസർ മദനി 2008 ബംഗളൂരു സ്ഫോടന കേസിൽ ഇപ്പോഴും വിചാരണ തടവുകാരനായി കഴിയുകയാണ്. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചെങ്കിലും ബംഗളൂരു വിട്ട് പുറത്തു പോകാൻ സാധിക്കില്ല. അതിനാൽ ബംഗളൂരുവിൽ തന്നെ കഴിയുകയാണ് എന്നാണ് നമ്മുടെ അറിവ്. നിരവധി രോഗങ്ങളാൽ പീഡിതനാണ് അബ്ദുൾ നാസർ മദനി. PDP എന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ ചുമതല അദ്ദേഹമാണ്. ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത്, അതിൻ്റെ ചുമതല വഹിക്കുന്നത് അബ്ദുൾ നാസർ മദനിയാണ്. എന്തായാലും ആ മദനിയെക്കുറിച്ചാണ് ഈ സഭയിൽ ഇങ്ങനെ ഒരു പരാമർശം നടന്നത്. തുടർന്ന് PDPയുടെ സംസ്ഥാന കമ്മിറ്റി നിയമസഭാ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് ഒരു പരാതി കൊടുക്കുകയും ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നീക്കം ചെയ്തുകൊണ്ട് സ്പീക്കർ നിർദ്ദേശം കൊടുക്കുകയും അത് രേഖാമൂലം PDP സംസ്ഥാന കമ്മിറ്റിയെ അവർ അറിയിക്കുകയും ചെയ്തു. ഇവിടെ PDP സംസ്ഥാന കമ്മിറ്റി ഒരു ഇതിൽ നൽകിയ ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ അവർ പുറത്തു വിട്ടപ്പോഴാണ് BB ഗോപകുമാർ MLA പോലും ഇതറിയുന്നത്. തുടർന്ന് ഇത് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സഭാരേഖകളിൽ നിന്ന് ഇത് നീക്കം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും MLAയെ ഇത് അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ BB ഗോപകുമാർ ഈ നീക്കം ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഇത് സംബന്ധിച്ച് BJPയുടെ RSSൻ്റെ മുഖപത്രമായ ജന്മഭൂമി തന്നെ 1-ാം പേജിൽ ലീഡ് വാർത്തയായി ഇത് നൽകിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഗുരുതരമായൊരു പിഴവ് തന്നെയാണ്. MLAയെ ഇത് രേഖാമൂലം അറിയിക്കേണ്ടതായിരുന്നു എന്നാണ് നമ്മളും മനസ്സിലാക്കുന്നത്. കേരള നിയമസഭയ്ക്ക് പൊതുവെ മദനിയെപ്പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത്തരം വിഷയങ്ങളിൽ ഈ പറഞ്ഞതുപോലെ പൊതുവെ നമ്മുടെ രാജ്യത്ത് മൊത്തത്തിലുള്ള വികാരം എന്താണോ അതിന് എതിരായ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ അവിടെയൊക്കെ കാലിടറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ BB ഗോപകുമാറിനും BJPക്കും ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ട് എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.